സൂപ്പർ മാർക്കറ്റ് ആൻഡ് മോട്ടൽ സിമുലേറ്ററിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇതിൽ കുറച്ചുകൂടിയും ഒരു റൂം മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ആ റൂം മേടിക്കാം. നമുക്കത് വൃത്തിയാക്കി അതിൽ പെയിൻറ്റ് സാധനങ്ങളൊക്കെ മേടിക്കാം. പിന്നെ കുറച്ചുകൂടി ഹൈ എൻഡ് മിഡ് റേഞ്ചിലായിരിക്കും ഞാൻ ചെയ്യാൻ പോണേ. നമുക്കപ്പോൾ ഇത് 600 സംതിങ് കൊടുത്തിട്ട് ഇത് മേടിച്ചു. നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് സെറ്റപ്പുകൾ ചെയ്തിട്ട് നമുക്കെല്ലാം ഈ പ്രാവശ്യം മേടിക്കാം. അപ്പോൾ നമുക്കധികം വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. സോഫ ഒക്കെ നമുക്കൊരു ഇത് മേടിക്കാം. പൈസ കുറച്ച് കൂടി കഴിഞ്ഞാൽ ഒക്കെ കൂടി ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. ബെഡ് സാധാ മതി. ബെഡ് നമുക്ക് സിങ്കൊക്കെ 50 രൂപയുടെ അതൊക്കെ മതിയാവും. ഇത് ടോയ്ലറ്റ് അത്യാവശ്യം ലക്ഷറി ആയിക്കോട്ടെ. ടോയ്ലറ്റ് അല്ലേ. ഇത് നമുക്ക് സാധാ, കാരണം പകുതി പെയിൻറ്റ് എവിടെയോ പെയിൻറ്റ് കളറാ, അതൊക്കെ നല്ല തന്നെയല്ലേ. നമുക്ക് ഇത് തന്നെ മതി. നമുക്ക് ചാർക്കോൾ എടുത്തില്ലേ, ചാർക്കോൾ എടുത്ത് നമുക്ക് ചാർക്കോൾ അടിച്ച് നോക്കാം. ഇതിൽ നമുക്ക് ഏതടിക്കാം? ഈ ബ്ലാക്ക് പോലത്തെ ഇത് കാർപ്പറ്റ് സെറ്റപ്പ് മുകളിൽ നീല അടിച്ച് നോക്കാം ഈ പ്രാവശ്യം. പിന്നെ ആക്സസറീസ് ഇതും ബെഡ്ഷീറ്റ് സാധാ മതിയാവും അല്ലേ. അതുകൊണ്ട് ബെഡ്ഷീറ്റ് നമുക്ക് കുറച്ചുകൂടി പെട്ടെന്നാണ് വയ്ക്കാം. നമുക്ക് കുറച്ചുകൂടി ഗ്രേ കളർ പിടിക്കാം. പില്ലോ നമുക്ക് ഗ്രേ തന്നെ, ബ്ലാക്ക് ഗ്രേ ഒക്കെ 1900 സംതിങ്. അപ്പോൾ നമുക്കൊരു ഡെക്കോർ കൂടി മേടിക്കാം. എവിടെയൊക്കെ ഒരു ഡെക്കോറില്ലേ, വാൾ ഡെക്കോർ. അത് നമുക്കൊരു അത്യാവശ്യം 100 രൂപയുടെ ഒരെണ്ണം വേണ്ട. ഫാൻ വേണം? വേണ്ട. ഒന്നും വേണ്ട, ഇത്ര മതി. 10 മിനിറ്റ്, ഒരു 2 മിനിറ്റ് നമുക്ക് 10 കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുമ്പോൾ അത്യാവശ്യം ലാഭം, കാരണം ഇത് ഒരുമിച്ച് വരും ഗൈസ്. അതുകൊണ്ട് ഗൈസ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. റീൽസിൽ കാണുന്നവർ, ഷോർട്സിലും കാണുന്നവർ സബ്സ്ക്രൈബ് അതിലും ചെയ്യുക, അല്ല ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബും ചെയ്തോ. നമുക്ക് തലമുണ്ടാക്കി വേണ്ട, അറിയുന്നോ ആരത്? നമുക്ക് അതിന് തന്നെ ഈ പെയിൻ്റ് അടിക്കാം. പോയിട്ട് നമുക്ക് പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് സ്കിപ്പ് അടിക്കണം. അടുത്ത വീഡിയോ ഇവിടെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും ഇങ്ങനെ തന്നെ ചെയ്യാം. കാരണം അടുത്ത പ്രാവശ്യം തൊട്ട് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സ്കിപ്പ് അടിച്ചിട്ട്, അല്ല ബിഫോർ ആഫ്റ്റർ അങ്ങനെ സെറ്റപ്പ് ചെയ്യാം. വീഡിയോയിൽ എന്തെങ്കിലും ഇങ്ങനെ ചെയ്ത് പോയില്ലേ ഗൈസ്, അടുത്ത വീഡിയോ തൊട്ട് നമുക്ക് സെറ്റാക്കാം. ഞാൻ ചെയ്യും, പക്ഷെ വേണ്ട, നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. ഇതിലിപ്പോൾ കണ്ടൻറ്റ് അധികം ഇല്ലാത്തതുകൊണ്ട് അടുത്ത വീഡിയോ നമ്മൾ കുറച്ചുകൂടി ഹാർഡ് ലെവൽ, കുറച്ചുകൂടി പൈസ ഉണ്ടാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് സംഭവം ചെയ്യാം. പ്രാവശ്യം ഇപ്പോൾ പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒപ്പം എൻ്റെ ഇവിടെ ഗെയിം ഒബ്ജക്റ്റ് സൈഡിൽ കംപ്ലീറ്റ് ആവുന്നത് കണ്ട ഗൈസ്. നമുക്ക് അടുത്ത് പെയിൻറ്റ് അടിയിൽ കാർപ്പറ്റ് പെയിൻറ്റ് അടിയിലടിക്കാൾ. അപ്പോൾ റൂം റെൻ്റ് കയറുന്നുണ്ട്. നമുക്ക് പെട്രോൾ പമ്പ് അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും തുറക്കും. ഈ വീഡിയോയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, മറന്നുപോയി. നമുക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും തുറക്കാം ഈ വീഡിയോ കഴിയുമ്പോൾ. ഗൈസ് നമ്മൾ ഇനി സിമുലേറ്റർ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. വീഡിയോയിൽ ഇപ്പോൾ സമയം കിട്ടിയില്ല, സമയം ഉണ്ടായില്ല. കാരണം എൻ്റെ വീഡിയോ എടുക്കാൻ തിരക്കുണ്ടായിരുന്നു. വല്ല ഗെയിം സജഷൻ അങ്ങനെ എന്തെങ്കിലും കണ്ടൻറ്റ് സജഷൻ, എന്ത് സജഷൻ ആണെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാവുന്നതാണ്. കമൻറ്റിൽ പറയുക. ഞാൻ എല്ലാ കമൻറ്റിനും പരമാവധി റിപ്ലൈ തരും. പക്ഷെ എനിക്ക് ഇതുവരെ അധികം കമൻറ്റൊന്നും കിട്ടിയിട്ടില്ല ഭാഗ്യത്തിന്. വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഞാൻ റിപ്ലൈ ചെയ്യും. പിന്നെ ഞാൻ FC മൊബൈലാണ് ഇപ്പോൾ അധികം കളിക്കുന്നത്, വേറെ ഗെയിമുകളിൽ. FC മൊബൈലിൻ്റെ വീഡിയോ വേണ്ടവർക്ക് അത് ഇങ്ങനത്തെ വീഡിയോ ആണ്, ഏത് വീഡിയോ ആണ് വേണ്ടതെന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇടാവുന്നതാണ്. അതിൽ വേറെ വല്ല ഗെയിമോ, ഏതെങ്കിലും ഗെയിമോ എന്തെങ്കിലും വേറെ കണ്ടൻറ്റ് ഐഡിയ, അല്ല വ്ളോഗിങ്ങോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് ചെയ്യാം, ശ്രമിക്കാം, ചെയ്യുന്നതായിരിക്കും. നമുക്ക് ബെഡ് കൊണ്ടുവിടാം. ഉള്ളിൽ
ഇതൊക്കെ റിയൽ ലൈഫിൽ ചെയ്യണം കുറച്ച് കഴിയുമ്പോൾ. എങ്ങനെ ഇരിക്കും ഗൈസ്? സൂപ്പറാവില്ലേ? പേര് വേറെ ഇടണോ? നല്ല പേരിടോ. വേറെ പേര്. ഈ പേര് അത്ര സുഖമില്ല. സുഖമുണ്ട്, കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ പേരിനിടും. കമൻറ്റിൽ പറയാം ഈ പേരിൽ റിയൽ ലൈഫിൽ വരണം തുടങ്ങി കഴിഞ്ഞാൽ. എന്നിട്ടത് ഇതുപോലെ ഇത് ഫ്രണ്ടിൽ ഗോപ്രോ വെച്ചിട്ട് വ്ളോഗ് ചെയ്യണ പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഓരോന്ന് ഇങ്ങനെ റൂമിലുണ്ട് വെച്ച് സെറ്റ് ചെയ്യുന്നതും ആ വീട് മൊത്തം പെയിൻ്റ് അടിക്കുന്നു. ഇൻട്രോ പെയിൻ്റ് ആണെങ്കിൽ വേറെ ആൾക്കാരായിട്ട് ചെയ്യാം. നമുക്ക് അതിന് ആഫ്റ്റർ ബിഫോർ അങ്ങനെയൊക്കെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും മറ്റേ ഇംഗ്ലീഷ് ചാനലിലൊക്കെ ചെയ്യണ പോലെ. അയ്യോ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കാർ കോപ്പിടിക്കുമോ? സോറി എന്നുവെച്ചാൽ ഞാൻ പറയില്ലേ, ഡിലീറ്റ് ചെയ്തേക്ക്, എല്ലാം മാറ്റി കളഞ്ഞേക്ക്. നമുക്ക് ബാക്കി ഇതിലേക്ക് പോകാം. എന്താണ് സൂപ്പർ മാർക്കറ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് വീസ്. നമുക്ക് അത് നിറയ്ക്കണം. ഞാൻ നേരത്തെ അറച്ച് വെച്ചാൽ കഴിഞ്ഞു. നമുക്കിപ്പോൾ ഇത് കൊണ്ടുവയ്ക്കാം. ഇതിപ്പോൾ ആവശ്യമില്ലാത്തതാണ്, പക്ഷെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ പൈസ റൂമിന് യുനോ അതിനോ ഷളായി. അത് ചെറിയത് കുറച്ച് ബോറിംഗ് ആണ്. പക്ഷേ ഇപ്പോൾ ഇവിടേക്ക് ഇവിടെ ചില വൃത്തികേടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് കുറച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് എന്നാലും സർവ് കസ്റ്റമർ അറ്റ് ഫ്യൂവൽ സ്റ്റേഷനിലെ ആളുണ്ടല്ലോ. നമുക്ക് കുറച്ച് ഇത് വാങ്ങാടാം. അതായത് പ്രൊഡക്ട്സ്, കുറച്ച് സ്നാക്സ് വേണം. അത് വരുമ്പോഴേക്കും നമുക്ക് സെറ്റ് ചെയ്ത് തീർക്കണം പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. തെറ്റിപ്പോയതാ, ആരും കരിയക്കണ്ട, തെറ്റിപ്പോയതാ അല്ലേ? അപ്പോൾ ഇത് നമ്മളിപ്പോൾ വെനസ്ഡേ 2 മണിയാണ് ഈ ഗെയിം ചെയ്തേട്ടാ. ഇവിടെ മുകളിൽ ചെറിയ അക്ഷരത്തിൽ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുമെന്നറിയില്ല, എനിക്ക് കാണാം. അപ്പോൾ നമ്മുടെ 78 ഡ്യൂട്ട്, അതായത് ഇത് പറയാന്ന് വെച്ചാൽ ബിറ്റ്സ്, പിന്നെ 1261 മറ്റേ സാധനമുണ്ട് പൈസ ഈ ഗെയിമിൽ ഉണ്ട്. നമുക്കിപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ഇതിനായിട്ട് കൂടും ഇല്ലേ? അതിനോ സബ്സ്ക്രൈബ്. ഞാൻ ഈ വീഡിയോയിൽ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ബാക്കിയുള്ള ജിമ്മൊക്കെ എന്തായാലും തുറക്കും. തുറന്നിരിക്കുമല്ലോ ഞാൻ ഒരു ഗെയിമിൽ വീഡിയോ ഇടുന്ന പറഞ്ഞ് വീഡിയോ കിട്ടും. എൻ്റെ വോയിസ് ഓവർ ഇഷ്ടമാണോ അതോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെ മതി എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് വോയിസ് ഓവർ കുറച്ച് ബോറാണെന്ന് എനിക്ക് തോന്നണം. കാരണം ആരും അധികം വ്യൂസൊന്നുമില്ല, വ്യൂസ് കുറവാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുമ്പോൾ എല്ലാവരും കണ്ട് നമ്മൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ആരെങ്കിലും കണ്ട് കഴിഞ്ഞാൽ ഇടാം. കാരണം ആരും കാണില്ലേ, വെറുതെ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് കുഴപ്പമില്ല, ഞാൻ കളിക്കുന്ന ഗെയിം വെറുതെ ഇടും. സബ് ചെയ്യുക. പുതിയ കണ്ടൻറ്റുകൾ നമ്മളിടും വരും ഉടനെ. എടാ തട്ടിടുന്നോടാ എൻ്റെ ലേസ്. എൻ്റെ മഞ്ഞ ലേസും പച്ച ലേസല്ല, നീല ലേസ് തട്ടിട്ടുണ്ടല്ലോ. ഒന്നും ഉണ്ടാവില്ലേ ഇല്ലേ ഗൈസ്? കമൻറ്റ് ചെയ്യാൻ അടുത്ത് എന്ത് കണ്ടൻറ്റ് വേണമെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കമൻറ്റ് ചെയ്യില്ല, അല്ല കമൻറ്റ് വായിക്കാം. കമൻറ്റ് വായിച്ച് സബ് ചെയ്ത് എല്ലാം പടയ്ക്കാം. ഞങ്ങൾ കണ്ടറിഞ്ഞ് ഞങ്ങൾ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കണല്ലേ. നമുക്ക് അടുത്തത് എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും ഷോർട്സിലും റീൽസിലും കാണുന്നവർ ചാനലിൽ കയറാം. തോർന്ന് ഇപ്പോൾ പേരിട്ട് കാണും. ചിലപ്പോൾ കുറച്ച് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, വേണമെങ്കിൽ മാറ്റാം പേര്. എനിക്ക് മാറ്റിയാൽ കൊള്ളാമെന്നുണ്ട് പേര്. കാരണം പേര് കുറച്ച് ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം തോർ എന്ന് പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥം. ചിലർ അൽത്തോർ എന്നൊക്കെ വായിക്കുന്നുണ്ട്. ഐ പട്ടീസ് കൊര. ഗൈസ് അപ്പോൾ നമുക്ക് ഇത് കൂടി മുകളിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. നമുക്ക് ഇത് എന്തായാലും അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ
ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടതുപോലെ തന്നെയാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ജിമ്മൊക്കെ തുറക്കണ വീഡിയോ അടുത്ത വീഡിയോ ആയിരിക്കും മെയിനായിട്ട് ഉണ്ടാവുക. സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ബൈ ഫ്രണ്ട്സ്.